എണീറ്റ് സെറ്റായി പുറത്തിറങ്ങി. ഇപ്പോഴേ സൂര്യനൊക്കെ വന്ന് സെറ്റായി. പോയൊന്ന് സെറ്റാകട്ടെ. അതിറങ്ങി പോയാൽ ഫുൾ ഒന്ന് ചിക്കിയിട്ട് എന്തൊക്കെ ആയി കാര്യങ്ങളൊക്കെ. ഇതൊരു സെറ്റായിട്ട് പോയിട്ടുണ്ട്. എല്ലാം കുഴപ്പമില്ലാതെ പോകുന്നു. നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ജസ്റ്റ് വേറെ ആരൊന്നും പറഞ്ഞിട്ടില്ല, ഒരു കോൾ വന്നിട്ടില്ല. ജസ്റ്റ് നോക്കണം എന്താണെന്ന്. നമ്മളത് മാത്രം ജസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി പുറത്ത്. ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. വിശക്ക് ഇന്നലെ കൊണ്ടുവന്ന എൻ്റെ ഇതായിരുന്നു. ഇതും കഴിക്കുക, നേരെ പോകുക. എന്നിട്ട് കൂടെയുള്ള ഒമാനി ഓപ്പറേറ്റർ വന്നായിരുന്നു കേട്ടോ. നേരെ കഴിക്കട്ടെ. അവർക്കൊക്കെ നോമ്പല്ലേ. നമ്മളെ ലൈനിൽ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞ ലൈനിൽ പ്രഷർ കുറവാണ്. ലെവൽ ഇപ്പോഴേ തന്നെ ഡൗൺ ആയി 3.66. മനസ്സിലായ ഇതാണ്. എന്താ 11:40 അതിലും കൂടുതലായി. 45 അടുപ്പിച്ചായി. അപ്പോഴത്തേക്ക് ഇത്രയും ലെവലായി 3.66. ഇൻലെറ്റ് വരണമെന്ന് പറഞ്ഞാൽ 860 വന്നുകൊണ്ടിരുന്നു. ഇപ്പം ശകലം കൂട്ടിക്കൊണ്ട് ഏകദേശം 1000 വെച്ച്. 1000 വെച്ചപ്പോൾ ഏകദേശം 900 അടുപ്പിച്ച് പറഞ്ഞു. ഔട്ട് പോകുന്നത് നല്ല കൂടുതലാണ്. 1060-70. ഇതാണിപ്പോൾ ഉള്ള വിഷയം. നിറയട്ടെ. ഇനി അത് നിറയുന്നിപ്പോൾ രാത്രി എടുക്കും. അത് ജസ്റ്റ് ഔട്ട് പിന്നെ സെയിം ആയി കഴിഞ്ഞാൽ ആ ലെവലിൽ തന്നെ നിൽക്കും. അതാണ് ഞാൻ നോക്കണത്. അടുത്ത് ചെന്ന് സൈഫേര ഇൻലെറ്റ് കുറയ്ക്കണം. സൈഫേര ലെവല് നല്ല ഹൈ ആണ്. അപ്പോൾ ഇനി അതും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. സൈഫേര ഇൻലെറ്റ് കുറച്ച് ഇനി പോയി നല്ല കമ്പ്യൂട്ടർ ബേസ് ഒന്ന് നല്ല നോക്കട്ടെ എങ്ങനെയാണ്. സെറ്റാണ്, കുഴപ്പമില്ല. ഭയങ്കര കാല് വേദന കേട്ടോ. ഇത് പറ്റിയെന്ന് പറഞ്ഞു. നല്ല ഭയങ്കര കാല് വേദന. കാലെടുത്ത് വെച്ചുകൂടെ ഉണ്ടല്ലോ ഇത്ര എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇവിടെ പങ്കരപ്പെടുത്തും. തിരിച്ച് ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇവിടെ പങ്കരപ്പെടുത്തും. റീസൺ അറിഞ്ഞൂടെ. പെട്ടെന്ന് വന്നതാ. തട്ടും കിട്ടിയില്ല, ഒന്നും കിട്ടിയിട്ടില്ല. പെട്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി വന്നിട്ട് വന്ന് തുടങ്ങിയാണ്. അതായത് ഇന്നലെ രാത്രി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അതിനും തൊട്ട് മുമ്പ്, അതായത് കഴിച്ചതിന് ശേഷം. സത്യം പറഞ്ഞതാണ് കാര്യം. നോമ്പ് മുറിച്ചതിന് ശേഷം തുടങ്ങി. റീസൺ എന്താണെന്ന് അറിഞ്ഞൂടെ. ഭയങ്കര വേദന. ദിവസം ഇരിക്കുമായിരിക്കും. പോയി നോക്കട്ടെ. കുഴപ്പമില്ല, ഇവിടെ സെറ്റാണ്. അടുത്തടുത്ത് പോയിട്ട് ഇവിടെയും കുഴപ്പമില്ല. ഇതിനകത്ത് കയറാൻ ഭയങ്കര രസമാണ് കേട്ടോ. പുറത്ത് ഭയങ്കര ചൂടായി. അതിനേക്കാൾ സ്വർഗമാണ് ഇതിനകം. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ചൂടുമില്ല തണുപ്പുമില്ല. നമ്മളാ നാട്ടിൽ ഒരു 5 മണിക്ക് വല്ല മരത്തിൻ്റെ താഴെ നിൽക്കുമ്പോൾ ഉള്ളൊരു വൈബുണ്ടല്ലോ, അതേ ഒരു ഫീലാണ്. അതിനകത്തെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പിൻ്റെ ഫീലുണ്ട്. നല്ല ഇത് ഭയങ്കര ഐസ് പോലെ തോന്നി. ഇവിടെയും കൂടി നോക്കട്ടെ. ഇവിടെയും കുഴപ്പമില്ല, സെറ്റാണ്. ഇവിടെയും കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഞാൻ അടുത്ത് പോയി കഴിക്കട്ട്. ഇന്ന് കാല് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ലായിരുന്നു. ഉച്ചയ്ക്ക് കുറച്ച് ഉച്ചയ്ക്കൊന്ന് രാവിലെ എന്തൊരു കഴിച്ച് അതുപോലും ബോധമില്ല. രാവിലെ എന്തോ കുറച്ച് കഴിച്ച് അത് തന്നെ. ഇന്നലെ ഉണ്ടാക്കിയ ബാക്കിയുള്ള ചോറും ചിക്കൻ കറിയും ഉണ്ട്. അതുകൊണ്ട് എടുത്ത് ചൂടാക്കി ഒന്ന് കഴിക്കട്ടെ. എനിക്ക് ഇന്ന് പുറത്ത് പോകാൻ തോന്നുന്നില്ല. കാലെടുത്ത് വെക്കും തോറും മറ്റേ എന്ത് പൊളഞ്ഞ് കയറണകത്ത്. നാളെ റെഡിയാവുള്ളൂ എന്ന് തോന്നുന്നു. എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്. ഉച്ചയ്ക്കുള്ള ഫുഡ് ലേറ്റായി തന്നെ കഴിക്കണത്.
ഞാനിതിന് കഴിക്കട്ടെ ഞാൻ എപ്പോൾ കഴിച്ച് കഴിഞ്ഞായിരുന്നു. ഞാൻ ചെടിക്കൊക്കെ വെള്ളമൊഴിച്ച് സെറ്റാക്കട്ടെ. ചെടിക്കെല്ലാം വെള്ളമൊഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കഴിക്കട്ടെ, വേറെ പരിപാടിയൊന്നുമില്ല. ഫോണിലൊന്ന് നോക്കട്ടെ. ഷൂ ഒക്കെ ഊരിയിട്ട് ഞാൻ അവിടെ ഇട്ടു. എന്തായാലും വേറെ ഒരു ഭാഗത്തു നിന്ന് ഞാൻ ഇറങ്ങണില്ല. അത് നടക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെ എന്തോ പുത്തങ്ങകത്ത് മണ്ടേ കയറുന്നുണ്ട്. നമ്മൾ അല്ല മറ്റേ സൂചിയിലൊക്കെ കാലെടുത്ത് വയ്ക്കുമല്ലോ, അതിനേക്കാളും വേദന. എക്സസൈസ് ചെയ്ത്, പക്ഷെ അപ്പോഴും ചെറിയൊരു പിടുത്തത്തിൽ പിന്നെ അങ്ങ് പോകാൻ മാറി. ചെറുത് ചെയ്ത് വിട്ടായിരുന്നു. കാരണം ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ബോഡി മടുപ്പിച്ച് കളയും. ഇന്നലെ പെട്ടെന്ന് വന്നായിരുന്നത്. ഇനി പോയി അവിടെ ഇരിക്കുന്നു. കാളൊന്നും എടുത്തുകൂടെ, കാള് ഭയങ്കര ഒരു രക്ഷയില്ല കേട്ടോ. നേരെ അവിടെ ചെന്നിരിക്കട്ടെ. കാല് ഭയങ്കര വേദന, ഒരു രക്ഷയില്ല. എനിക്ക് ചെന്ന് അവിടെ ചെന്നിരുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വീട്ടിൽ മുടി വിളിക്കണം. അതെ ഇതേട്ടാ, കുഴപ്പമില്ല, സെറ്റാണ്. ഇപ്പോൾ ഇനി ഓട്ടോ സെയിമായിട്ട് പോകണ ഒരു ഏകദേശം ലെവലായിട്ടുണ്ട്. 3.54 സമയത്ത് ശലം പ്രഷർ കുറച്ചിട്ടേക്കും. ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ ഫുള്ളൊന്ന് ലൈറ്റൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കണം. അതെന്തോ പറ്റിയോളൂ, ഭയങ്കര വിഷയം പെട്ടെന്ന്. എല്ലാ ലൈറ്റും ഓണാക്കി സെറ്റാകട്ടെ. സൺസെറ്റ് കഴിഞ്ഞായിരുന്നു. അതിനകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. കാലെടുത്തുകൂടായിരുന്നു. ഇപ്പോഴാണ് ശകലമെങ്കിലും നടക്കാൻ പറ്റണം. അമ്മ പറഞ്ഞൊന്ന് എരിക്കലെന്ന് പറഞ്ഞുണ്ടല്ലോ, അതൊന്നും എടുത്തിട്ട് ചൂടാക്കി ചിലപ്പോൾ കാലി പിടിച്ചു വെക്കാൻ പറ്റും. അതും കൂടി ഒന്ന് ചെയ്തു പോകട്ടെ. നടക്കുമ്പോൾ മുണ്ടി നടക്കും. ഇരിക്കുമ്പോൾ ഭയങ്കര വേദനയാണ്, പൊളച്ചിരും. പോയി എരിക്കെല്ലാം നോക്കട്ടെ. ഞാൻ എത്ര ദൂരം നടക്കണമെന്ന് എനിക്കിപ്പോൾ ബോധം പോലും ഇല്ല. അതെവിടെ കിടക്കണം നോക്കട്ടെ. കിട്ടി. മുസ്ലിം പള്ളിയിലെ കോമ്പൗണ്ടിൽ നിൽക്കുക. എരിക്കല എടുക്കട്ടെ. ശരിയാണ്. നേരത്തെ നേരെ അവിടെ ചെന്നിരിക്കുക. കാല് ഭയങ്കര വേദന, എന്ത് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്ന് കിടന്നങ്ങ് ഉറങ്ങണം. വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ. കുറച്ച് നേരം ഒന്ന് ഗെയിം കളിച്ചിട്ട് പഠിച്ചെടുപ്പ് കിടന്ന് ഉറങ്ങണം. തലേക്കിരുന്ന് കറങ്ങും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.